ഹലോ ഗൈസ്, ഇന്ന് വെറും ഒരു വീഡിയോ അല്ല, നമുക്ക് കേസരി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ നമ്മൾ എടുക്കുന്നത്. കേസരി ഉണ്ടാക്കുന്ന വേറെ ആരുമില്ല, നമ്മളെ കാവ്യ കേട്ടോ. അവർ കർണാടകക്കാരായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഈ കേസരി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ അവരുണ്ടാക്കണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ദൗത്യം അവളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാവ്യ ചട്ടി വെച്ചിട്ടുണ്ട്, അതിൽ റവ വറുത്തു കേട്ടോ. ആദ്യം റവ വറുത്ത ശേഷം അതിക്ക് പിന്നെ അത് നമ്മൾ കോരി മാറ്റിയിട്ട് അതിലേക്ക് ചട്ടിയിലേക്ക് തന്നെ ലേശം നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു ഗ്രാമ്പൂവിൻ്റെ പീസ് ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്ത ശേഷം അതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ടിട്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഫുഡ് കളർ ഉണ്ടെങ്കിൽ നമുക്കത് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നമ്മൾ എടുത്തുള്ളത് എന്താ വെച്ചാൽ അത് ഇടാം കേട്ടോ. അതിനുശേഷം അത് തിളച്ച ശേഷം നമ്മൾ റവ കുറച്ച് വെള്ളം കുറച്ച് ഏറെ നിൽക്കണം കേട്ടോ. ഈ കേസരി ഉണ്ടാക്കുമ്പോൾ റവയേക്കാൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെയല്ല, ഈ വെള്ളത്തിൽ കിടന്ന് റവ നന്നായിട്ട് വേവണം. വെന്ത് കഴിഞ്ഞാലുള്ളൂ ഈ കേസരിക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. കാവ്യ ഇടയ്ക്കിടയ്ക്ക് കേസരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ റവ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉപ്പുമാവിലേക്ക് കൂടുതലും ഞങ്ങൾ കേസരി ആയിട്ട് ഉണ്ടാക്കാറ്. ഇവിടെ എല്ലാവർക്കും കേസരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മധുരം നിൽക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ പൊതുവേ. അങ്ങനെ അത് തിക്കായി വരണം കേട്ടോ. നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മളെ കേസരി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള